എന്നോട് നിങ്ങോട്ട് വരുമ്പോ മാധ്യമങ്ങൾ ചോദിച്ചു, വടകരയിൽ ഉണ്ടായ പോലത്തെ വിവാദങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് എന്നോട് ചോദിച്ചേ. ഓർമ്മയുണ്ടല്ലേ? വടകരയിൽ ഉണ്ടായതുപോലത്തെ വിവാദങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചത്. ഞാൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഉണ്ടാക്കാതിരുന്നാൽ അവർക്ക് അത്രയും കൊള്ളാം, ഉണ്ടായാൽ വടകരയിൽ ഉണ്ടാകുന്നതിനേക്കാളും ഇരട്ടി തിരിച്ചടി LDF ഉണ്ടായിരിക്കും. ഞാൻ അപ്പോഴും പറയുന്നു, നത്തിങ് പേഴ്സണൽ, വ്യക്തിപരമല്ല. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഇത് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾ നയിക്കുന്ന പോരാട്ടമാണ്. വടകരയിൽ വലിയ കൊട്ടിഘോഷിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. എന്തൊരു വർഗീയതയാണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്റെ ചിത്രം വെച്ച് കുറെ പോസ്റ്റുകൾ ഇട്ടതാണ്. നിങ്ങൾ എനിക്കൊരു 1 മിനിറ്റ് സമയം തന്നാൽ കോടതിയിൽ അവസാനം അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരൊറ്റ മിനിറ്റ് സമയം ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറായി വെച്ചിട്ടില്ല. ഞാനൊന്ന് എടുക്കട്ടെ, ഒറ്റ സെക്കൻഡ്. ആ കേസിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പറയാൻ ശ്രമിക്കുന്നു. എന്തോ നേരത്തെ തയ്യാറാക്കി വെക്കേണ്ടിരുന്നു ദിവസന്റെ, പക്ഷെ ഇപ്പം നിങ്ങളൊരു കാര്യം, കോടതിയിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നത്, പ്രസിഡന്റ്, 30/6/2024 സ്റ്റേറ്റ്മെന്റ് ഓഫ് റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ. റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ്സുകാരനല്ല. റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ യൂത്ത് ലീഗുകാരനല്ല. റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ UDFന്റെ നേതാവല്ല, പ്രവർത്തകനല്ല, യുവജന സംഘടനകളുടെ നേതാവല്ല. കറകളഞ്ഞ DYFI-കാരനാണ് റിബേഷ് സൺ ഓഫ് രാമകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഫോണിൽ പരിശോധിച്ചപ്പോ it is revealed that the communal post posted by him in the WhatsApp group of Red Encounters എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് പ്രത്യക്ഷമാകുമ്പോ ആ പോസ്റ്റ് ഇട്ടത് റിബേഷ് രാമകൃഷ്ണൻ എന്ന ആള് 25/4/2004 2:13 അത് പോസ്റ്റ് ഇട്ടു. On interrogation, Ribesh could not reveal from where he has obtained the communal post. DYFI നേതാവായ റിബേഷ് പറയുന്നില്ല ഈ പോസ്റ്റ് എവിടുന്ന് കിട്ടി എന്ന്. DYFI നേതാവായ റിബേഷ് പോലീസിനോട് പറയുന്നില്ല എന്ന് പോലീസ് കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ റിപ്പോർട്ടിൽ പറയുമ്പോ അതെന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ വർഗീയവാദിയാക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ വടകരയിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ശ്രമങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ കണ്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണ വിവരങ്ങൾ വേണേ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലും പോരാളി ഷാജിയിലും ഉൾപ്പെടെ എങ്ങനെ വന്നു, ഇത് എവിടെ നിന്നുണ്ടായി, ഇത് ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചെന്നു, അവസാനം ഇതിന്റെ വേരുകൾ അന്വേഷിച്ച് ചെന്നപ്പോ അത് എത്തി നിൽക്കുന്ന DYFI നേതാവ് എന്തുകൊണ്ട് പോലീസിനോട് പറയുന്നില്ല അത് എവിടുന്ന് ഒബ്റ്റെയിൻ ചെയ്തു എന്നുള്ളത്, എവിടുന്നാണ് അത് കിട്ടിയെന്നുള്ളത് എന്തുകൊണ്ടാണ് അവർ പറയാത്തത്? ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ അയച്ചു കൊടുത്തതാണെങ്കിൽ അവർ പറയാതിരിക്കുവോ? ഏതെങ്കിലും യൂത്ത് ലീഗുകാരൻ അയച്ചു കൊടുത്തതാണെങ്കിൽ അവർ പറയാതിരിക്കുവോ? അപ്പൊ നിങ്ങൾ അറിയണം, ആ ശ്രമങ്ങളൊക്കെ തലയിൽ കെട്ടിവെച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി, വലിയ വാർത്തകൾ ഉണ്ടാക്കി, പരസ്പരം വലിയ ധാരണകൾ ഉണ്ടാക്കി വേട്ടയാടാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയതിനെ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വടകരയിലെ ജനങ്ങൾ യോജിച്ച് തൂത്തെറിഞ്ഞ് നമ്മൾ കണ്ടതാണ്. അത്തരം ശ്രമങ്ങൾ ഈ പെരാവൂരുകാർ സൂക്ഷിക്കണം. കാരണം എന്തുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന KK ശൈലജ നിങ്ങളുടെ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് KK ശൈലജയാണ് എന്നുള്ളത്. സാധാരണ സ്ത്രീകൾ മേക്കപ്പ് ഇടാറുണ്ട്, അവരുടെ സൗന്ദര്യത്തെ ഒന്നുകൂടി അവർ പെർഫെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചില ഈ പറയുന്ന ടച്ചപ്പുകൾ നടത്താറുണ്ട്. പക്ഷേ മേക്കപ്പ് ഇട്ടാലും ആ മേക്കപ്പിന് ഒന്നില്ലെങ്കിൽ കഴുകിക്കളഞ്ഞാൽ അത് പോകും, അല്ലെങ്കിൽ ഒന്ന് വേർത്താൽ അത് പോകും, ഒന്ന് തുടച്ചു കളഞ്ഞാൽ അത് പോകും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ശൈലജ എന്ന് പറയുന്ന ഫ്രോഡ് സ്ത്രീ അതിനേക്കാൾ വലിയ അപകടകാരിയാ, അതിനേക്കാൾ വലിയ ഭൂലോക ഫ്രോഡാ, അതിനേക്കാൾ വലിയ
കാപ്പട്യക്കാരിയാണ് കെ ശൈലജ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ പേരാവൂരുകാർ പ്രത്യേകം സൂക്ഷിക്കണം. വടകരയുടെ മുന്നിൽ ഇതുപോലെ ഒരു നാറിയ കളി മുമ്പ് എടുത്തതാ. ഒരു നാറിയ കളി, നെറികെട്ട കളി. അധികാരം വേണം, അധികാരം വേണം. കാരണം വടകരയിൽ അന്ന് ശൈലജക്ക് അത്തരം വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തുകയല്ലാതെ വേറെ രക്ഷയില്ലായിരുന്നു. എന്തായിരുന്നു കാര്യം? വടകരയില്, കുറ്റ്യാടിയില്, നാദാപുരത്ത്, വളയന്ത്, ആയഞ്ചേരിയില്, കായക്കൊടിയില്, വേളത്ത് ഒക്കെ നടക്കുന്നത് എന്താണ്? വർഗീയ ധ്രുവീകരണങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വടകരയിലെ ഈ പറയുന്ന ഷാഫിയെ വർഗീയവാദിയാക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. പക്ഷേ വടകരക്കാരത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി എന്നുള്ളതാ. ശൈലജയുടെ കരണം നോക്കി പൊട്ടിച്ചു. അതാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വടകരയിൽ നിന്ന് ഇപ്പോൾ ഓടി പേരാവൂരിലെത്തിക്കുക. എവിടെ? നിങ്ങൾ നോക്ക്, വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്നതാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, ഇത്രയും മണ്ഡലങ്ങൾ ഉണ്ടായിട്ടും ഇവിടെയൊന്നും മത്സരിക്കാതെ, തൻ്റെ സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിൽ മത്സരിക്കാതെ പേരാവൂരിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പേരാവൂർ എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ ബന്ധമുള്ള, അറിവുള്ള, പരിചയമുള്ള നാടാ. അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നത്, അവരുടെ സമാധാന അന്തരീക്ഷം, സൗഹാർദ്ദത്തിൻ്റെ മത സാമുദായിക അന്തരീക്ഷം, സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ആയുധം ഈ ഫ്രോഡ് സ്ത്രീ കെ ശൈലജ വെച്ചു തരും. മറന്നു പോകരുത്. ജാഗ്രത കുറവ് ഉണ്ടാവരുത്. കാരണം ആരെയും പോലെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സ്ത്രീയല്ല ഈ കെ ശൈലജ. ഭൂലോക ഫ്രോഡാണ്. ഒരു സ്ത്രീ എന്ന പദത്തിനെ പോലും അവരർഹിക്കുന്നില്ല, ആ വിളിയെ പോലും അവരർഹിക്കുന്നില്ല. അങ്ങനെ ഒരു വാക്കിന് പോലും അർഹരല്ല ഈ കെ ശൈലജ എന്ന് പറയുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനകരമാണ് ഈ കെ ശൈലജ ഞാൻ സ്ത്രീയാണ്, ഞാൻ വനിതയാണ് എന്നൊക്കെ പറയുന്നത്. ആമാതിരി ഫ്രോഡാണ്, ഭൂലോക ഫ്രോഡാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. ഷാഫി അടിച്ച അടിയിൽ കരണം പുകഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഉറക്കമില്ലായ്മ. വടകരയിലെ തോൽവിക്ക് ശേഷം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ആ തോൽവിയുടെ ആഘാതവുമായിട്ടാണ് പേരാവൂരിൽ വന്നിറങ്ങുന്നത്. അവിടെ സണ്ണിയെ തോൽപ്പിക്കാൻ, സണ്ണി വക്കീലിനെ തോൽപ്പിക്കാൻ എന്ത് ചെറ്റത്തരവും ഈ ഫ്രോഡ് സ്ത്രീ കാണിക്കുമെന്നുള്ളതാ. അത് മനസ്സിലാക്കാൻ പേരാവൂരിലെ ആളുകൾക്ക് ബോധമുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അശ്രദ്ധരായി പോകുമല്ലോ എന്നുള്ള ഒരു മട്ട് നമ്മളൊരു നിസാരമാക്കിയിട്ട് ചിലപ്പോൾ അതിനെ തള്ളിക്കളയും. അങ്ങനെ സംഭവിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അധികാരമാണ്. ഈ കെ ശൈലജയ്ക്കും ഇപ്പോൾ ഒരു കാര്യം അറിയാം. എന്താ? കഴിഞ്ഞ തവണ വടകരയിൽ മത്സരിക്കുമ്പോൾ ഒരു ഉറപ്പുണ്ട്. എന്താണ് ആ ഉറപ്പ്? താന് തോറ്റാലും MLA ആണ്, പക്ഷേ തോക്കില്ല എന്നായിരുന്നു വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഡൽഹിയിൽ പോയിട്ട് ഫ്ലാറ്റ് വാങ്ങിയത് താമസിക്കാൻ. എന്തിനാ ഡൽഹിയിൽ പോയി ഫ്ലാറ്റ് വാങ്ങുന്നത്? ഡൽഹിയിലാണോ? അല്ല. പിന്നെ ഡൽഹിയിൽ MP ആയിട്ട് പോകുമ്പോൾ താമസിക്കാൻ അവിടെ ഹോസ്റ്റലൊന്നും പോരാ, ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞ് ഫ്ലാറ്റ് വാങ്ങി, സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങി. സാധാരണ ചില പാർലമെൻറ്റ് മെമ്പർമാരൊക്കെ ഫ്ലാറ്റ് വാടക എടുക്കാറുണ്ട്. പക്ഷേ ഇത് സ്വന്തമായിട്ട് ഫ്ലാറ്റ് വാങ്ങി. അതും തെരഞ്ഞെടുപ്പ് വിജയത്തിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നതിന് മുമ്പ്. നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ചെയ്തത് നാമനിർദ്ദേശ പത്രിക കൊടുക്കലായിരുന്നില്ല, ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം ഭൂലോക ഫ്രോഡാണ് ഈ പറയുന്ന കെ ശൈലജ എന്ന് പറയുന്നത്. അതിനപ്പുറം ഈ സ്ത്രീകൾക്ക് തന്നെ ഞാൻ അപമാനമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ കെ ശൈലജ എന്ന് പറയുന്നത് മന്ത്രിയായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ പിണറായി മന്ത്രിസഭയിലെ 1ാം മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ക്യാബിനറ്റ് അംഗമായിരുന്ന കാലത്ത് പാലത്തായി, ഈ കണ്ണൂരിൽ തന്നെയുള്ള പാലത്തായിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞ്, ഒരു 9 വയസ്സുകാരി, ഒരു 4ാം ക്ലാസ്സുകാരി ഒരു പരാതി കൊടുക്കുകയാണ്. പരാതിയെക്കുറിച്ചോ കേസിനെ കുറിച്ചോ ഞാൻ പറയുന്നില്ല. വളരെ 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 ക്രൂരമായ
കാര്യങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞൊരു പരാതി മന്ത്രിയുടെ മുന്നിൽ, ആരോഗ്യ വനിതാ ക്ഷേമ മന്ത്രിയായിട്ടുള്ള, ഈ പറയുന്ന ശിശുക്ഷേമ മന്ത്രിയായിട്ടുള്ള ഈ ശൈലജയുടെ മുമ്പിലാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതിയിൽ കുറ്റം ആരോപിക്കുന്നത് നല്ല ഒന്നാം തരം RSSകാരനെതിരെയാ. എന്നിട്ട് എന്താക്കി ശൈലജ പരാതി കണ്ടു, പക്ഷേ കാണാത്ത ഭാവത്തിൽ ഉറക്കം നടിച്ചു ശൈലജ. അതാ ഞാൻ പറഞ്ഞത്, സ്ത്രീയാണെന്ന് പറയാൻ പോലും അർഹതപ്പെട്ടവളല്ല ഈ KK ശൈലജ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡ്, ഉഡായിപ്പ്. ഉഡായിപ്പിൻ്റെ നേർ ചിത്രമാണ്. ഉഡായിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മളൊരു ചിത്രമാക്കി വരക്കുകയാണെങ്കിൽ അത് KK ശൈലജയുടെ മുഖമായിരിക്കും അതിനുണ്ടാകുക. കാരണം എന്താ, ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന വ്യക്തിയാണ് KK ശൈലജ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പേരാവൂരുകാർ ജാഗ്രത കാണിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അങ്ങനെ ഒരു ഭൂലോക ഫ്രോഡ് നിങ്ങളുടെ മുന്നിൽ വന്ന് വോട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ആട്ടിയിറക്കൊന്നും വേണ്ട, നിങ്ങൾ മാന്യമായിട്ട് മര്യാദയോടെ പെരുമാറിക്കോ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇതൊരു ഫ്രോഡ് സ്ത്രീയാണെന്നുള്ള ആ ചിത്രം അങ്ങനെ തെളിഞ്ഞു നിൽക്കണം. സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, ഈ ഫ്രോഡ് വ്യക്തിയാണ് എന്നുള്ള ചിത്രം അങ്ങനെ തെളിഞ്ഞു നിൽക്കണം. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കാരണം അത്രമാത്രം നെറികേടിൻ്റെ പര്യായമാണ് ഈ KK ശൈലജ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം KK ശൈലജയ്ക്ക് വടകരയിൽ മത്സരിക്കുമ്പോൾ മട്ടന്നൂരിനെ MLA ആണ് എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു, പക്ഷേ വിശ്വാസം അങ്ങനെയായിരുന്നു. പക്ഷേ അവിടെയും ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ 99 വിജയിക്കുമെന്നാണെങ്കിലും ഒരു 1% തോൽവിക്കുള്ള ഒരു പോസിബിലിറ്റി. കാരണം മത്സരരംഗത്ത് പല ആളുകളുമുണ്ട്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ആ 1% വെച്ച് നോക്കുമ്പോൾ ശൈലജയ്ക്ക് ഒരു ആശ്വാസമുണ്ടായിരുന്നു. തോറ്റു കഴിഞ്ഞപ്പോഴും ആശ്വാസമുണ്ടായിരുന്നു, താൻ ജയിച്ചില്ലെങ്കിലും താൻ മട്ടന്നൂരിലെ MLA ആണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോഴെന്താ സ്ഥിതി? ഇപ്പോഴത്തെ സ്ഥിതി, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു MLAയുമല്ല, ഒരു NBയുമല്ല, ഒരു വാർഡ് മെമ്പർ പോലുമല്ല. എന്ന് പറഞ്ഞാൽ ആ ഫ്രോഡ് ഭൂലോക വട്ടപൂജ്യത്തിലേക്കാണ് പോകുന്നത്. തോൽവിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ളത് ആ ഫ്രോഡ് സ്ത്രീക്ക് നല്ല ബോധ്യമുണ്ട്, ബുദ്ധിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ കോവിഡ് കാലത്ത് 500 രൂപക്ക് കിട്ടുന്ന PP കിറ്റ് 1500 മേടിച്ചിട്ട് 1000 പോക്കറ്റിലേക്കും 500 PP കിറ്റിനും നൽകിയത്. സംഭവം 500 രൂപക്ക് തന്നെയാണ് മേടിച്ചേ. സപ്ലൈ ചെയ്തവർക്ക് 500 കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഗവൺമെൻറ് റെക്കോർഡിൽ എന്താണ് 1500 എന്നാ. മനസ്സിലായില്ലേ? അപ്പോൾ ബുദ്ധി ഇല്ലായിട്ടല്ല, ബുദ്ധി നന്നായിട്ടുണ്ട്. പക്ഷെ എല്ലാം കുബുദ്ധിയാണ്, ഫ്രോഡുലൻ്റ് വ്യക്തിയാണ്. ഫ്രോഡ് മാത്രം കൈമുതലായിട്ടുള്ള ജീവിതം കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒരാളും ഒരു ഫ്രോഡോ ഒരു ക്രിമിനലോ ഒരു തെമ്മാടിയോ ഒന്നും ആയിട്ട് വരെ ഒരു മനുഷ്യനും ജനിക്കുന്നില്ല. പക്ഷേ വലുതാകും തോറും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജീവിതം കൊണ്ട് പലതും നേടിയെടുക്കും, പലതും നേടിയെടുക്കും അല്ലേ? അപ്പോൾ അത്തരത്തിൽ ശൈലജ എന്ത് നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ഭൂലോക ഉഡായിപ്പാണ്, അതിൻ്റെ ആശാനാണ് ഞാൻ. ആ ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ചാൽ നേരെ ശൈലജയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് ശൈലജ എന്ത് ചെറ്റത്തരവും കാണിക്കും, എന്ത് നെറികെട്ട നാണംകെട്ട ഏർപ്പാടുകളും കാണിക്കും, പുറത്തെടുക്കും. പേരാവൂരുകാർ ജാഗ്രത.